സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും ഇപ്പോൾ ചർച്ച സഭാ തർക്കവും സമാധാനവുമാണ്. സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ ഹാൻഡിലുകളിൽ ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികൾ തമ്മിൽ പരസ്പര വിഴുപ്പലക്കുകളും നടക്കുന്നു. ഇതിനിടയിൽ സമാധാനത്തെക്കുറിച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ ഒരു അഭിപ്രായം കേട്ടു. ഈ അവസരത്തിലാണ് മലങ്കര സഭ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തിമോത്തിയോസ് തിരുമേനിയുടെ ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ കാണാനിടയായത്. ഒളിഞ്ഞും തെളിഞ്ഞും നീതി നിഷേധത്തിന് കൂട്ടുനിൽക്കുന്നവരെ നാം തിരിച്ചറിയണമെന്ന തലക്കെട്ടോടെയാണ് തിമോത്തിയോസ് തിരുമേനി ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അത് ആദ്യം ഒന്ന് കേൾക്കാം. ഒളിഞ്ഞും തെളിഞ്ഞും നീതി നിഷേധത്തിന് കൂട്ടുനിൽക്കുന്നവരെ നാം തിരിച്ചറിയണം. 6 പള്ളികളെ സംബന്ധിച്ച് കോടതിയുടെ വിധി പൂർണ്ണമായി ലഭിക്കുന്നതിന് മുൻപ് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആഘോഷം തുടങ്ങി. മാധ്യമധർമ്മം തീരെയില്ലാത്ത ചില സാമൂഹ്യ പേജുകളിൽ എക്സ്ക്ലൂസീവ് വാർത്തയായി ഇന്നലത്തെ കോടതി വിധി ആഘോഷം പ്രചരിക്കുന്നു. അവരിൽ എത്ര പേർ അത് ശരിക്കും വായിച്ചു എന്നത് സംശയമാണ്. അനുകൂലമായ ഏതെങ്കിലും ഒരു വരി ഉണ്ടാക്കുമ്പോൾ മാത്രം കോടതി നല്ലതും അല്ലാത്തപ്പോൾ കോടതി വിധികൾ അയിത്തമുള്ളതുമായി മാറുന്നത് എങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ വിധികൾ ഏത് കാലഘട്ടത്തിൽ ഉണ്ടാകുമ്പോഴും അതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് എക്കാലത്തും സഭയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആംഗലേയ ഭാഷ വായിക്കാൻ അറിയാവുന്ന എന്ന് നാം വിചാരിക്കുന്ന ചില സഭാപിതാക്കന്മാർ പോലും ആഘോഷമായി സോഷ്യൽ മീഡിയ പോസ്റ്റുമായി വരുന്നത് കാണുമ്പോൾ പഴയതൊന്ന് പറയാതെ വയ്യ. മലങ്കര മെത്രാപ്പോലിത്തയുടെ ആസ്ഥാനമായ പഴയ സെമിനാരി നഷ്ടമാകുന്നു എന്ന നില വന്നപ്പോഴും അവിടെ നിന്ന് യാതൊരു ബഹളവും പ്രതിരോധവും കൂടാതെ മറ്റൊരു ആസ്ഥാനമുണ്ടാക്കി ഇറങ്ങാനുള്ള മനസ്സ് കാണിച്ച മലങ്കര സഭയ്ക്ക് അനുകൂലമായി സഭാ തർക്കത്തിലെ 1958, 1995, 2017 കോടതി വിധികളെല്ലാം തുടരെ ലഭിച്ചത് ഈ സഭയുടെ നിലപാടിനും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും ഇന്ത്യൻ ഭരണഘടനയോടും ഇവിടുത്തെ നിയമ സംവിധാനത്തോടും കാണിച്ച ആദരവിനുമുള്ള ദൈവകൃപയും പരിശുദ്ധ റൂഹായുടെ നടത്തിപ്പുമാണ്. 58 സഭയ്ക്ക് കോടതി ചിലവ് ഉൾപ്പെടെ നൽകി വിധി അനുകൂലമായി വിധിച്ചപ്പോൾ മാർത്തോമയുടെ പിൻഗാമിയായിരുന്ന പുണ്യശ്ലോഹനായ പരിശുദ്ധ ഗീവർഗീസ് രണ്ടാമൻ ബാവ പറഞ്ഞത്, അവർ എന്റെ മക്കളാണ്, ഒരാഘോഷവും പാടില്ല, ഒരു രൂപ പോലും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമില്ല എന്നതാണ്. പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ കാലം മുതൽ മലങ്കര സഭയുടെ നിലപാട് ഇത് തന്നെയാണ്. എന്താണ് ഇന്നലെ വന്ന വിധിയിലെ പ്രത്യേകത എന്ന് കൂടെ നാം അറിയണം. 2017 സുപ്രീം കോടതി വിധിക്കെതിരായി ഏതെങ്കിലും കീഴ്ക്കോടതി ഒരു വിധി പുറപ്പെടുവിപ്പിക്കുമെന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ പാവപ്പെട്ട വിശ്വാസികളെ അന്ധകാരത്തിൽ തള്ളിവിടുന്നതിന് തുല്യമല്ലേ? സഭ കേസ് സംബന്ധിച്ച് ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിക്കെതിരെയുള്ള കീഴ്ക്കോടതി വിധികൾ ദുർബലമെന്നത് ഹൈക്കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു. കൂടാതെ 1934 ഭരണഘടന പ്രകാരം മാത്രമേ മലങ്കരയിലെ എല്ലാ പള്ളികളും ഭരിക്കപ്പെടാവൂ എന്ന വിധി മറച്ചുവെക്കുന്നവർ ഈ നോമ്പുകാലം ഒന്ന് കുമ്പസരിക്കുന്നത് നന്നായിരിക്കും. മലങ്കര സഭയ്ക്ക് സ്വന്തമായി പോലീസ് സംവിധാനം ഇല്ല എന്നാണ് എന്റെ അറിവ്. അങ്ങനെയിരിക്കെ പോലീസിനെ കൂട്ടി പള്ളി പിടിക്കാൻ സഭയ്ക്ക് സാധിക്കില്ല. 1934 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്ന് ഇപ്പോഴും വിധി പറഞ്ഞിരിക്കുന്ന പള്ളികൾ ആ സംവിധാനത്തിൽ നടക്കുന്നതിന് പോലീസ് സഹായമോ പിടിവലിയുടെ ആവശ്യമോ ഇല്ലല്ലോ. വിധി ആഘോഷിക്കുന്നവർ സാമൂഹ്യ വിരുദ്ധരായി മാറാതിരുന്നാൽ മാത്രം പോരെ. ഒളിഞ്ഞും തെളിഞ്ഞും സാഹചര്യം പോലെ തലയും വാലും കാണിച്ച് അടുത്തു വരുന്നവരെ തിരിച്ചറിയേണ്ട സമയം കൂടിയാണ് ഇത്. നീതി നിഷേധത്തിനും അരക്ഷിതാവസ്ഥയ്ക്കും അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ച് കൂട്ടുനിൽക്കുന്നവരെ തിരിച്ചറിയുക തന്നെ വേണം. കഷ്ടാനുഭ ആഴ്ചയിലേക്ക് സഭ പ്രവേശിക്കുമ്പോൾ അനുതാപപൂർണമായ പ്രാർത്ഥനയുടെ അന്തരീക്ഷം നഷ്ടമാവാതെ ഇരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ പ്രവർത്തിക്കട്ടെ. പ്രാർത്ഥനയോടെ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത. തിമോത്തിയോസ് തിരുമേനി പറഞ്ഞത് ശരിയല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? ശ്രേഷ്ഠ കാതോലിക്ക ബാവയോട് എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തി തന്നെ ചോദിക്കുക. സഭാ സമാധാനം ആത്മാർത്ഥമായ ആഗ്രഹമാണെങ്കിൽ ആദ്യം വേണ്ടത് 1958 സഭായോജിപ്പ് അംഗീകരിച്ച് സഭ ഒന്നാകാൻ തയ്യാറാവണം. ഇനി അതല്ല, കോടതിയിലൂടെയാണ് പരിഹാരം വേണ്ടതെങ്കിൽ 2017 സുപ്രീം കോടതിയുടെ അന്തിമ വിധി അംഗീകരിച്ച്
ആ വിധി നടപ്പാക്കാൻ തയ്യാറാകണം. ഇനി കോടതികളും കേസുകളും വേണ്ട എന്നാണെങ്കിൽ 938 നിങ്ങൾ കൊടുത്ത ഒന്നാം സമുദായ കേസ് തുടങ്ങി 2004 നിങ്ങൾ കൊടുത്ത അപ്പീൽ വരെ എല്ലാ കേസുകളും നിരുപാധികം പിൻവലിച്ച് സഭ ഒന്നാണെന്ന് മനസ്സിലാക്കി 964 ഒന്നായ സഭയിലേക്ക് തിരികെ വരാൻ തയ്യാറാകണം. ഇനി വേറിട്ട് ശ്രേഷ്ഠ കാതോലിക്കയായി തുടരാനാണ് ലക്ഷ്യമെങ്കിൽ നിയമപ്രകാരം മലങ്കര സഭയുടേതായ പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും സഭയ്ക്ക് വിട്ടു നൽകി സ്വയം സഭയുണ്ടാക്കി സ്വയം പള്ളികൾ നിർമ്മിച്ച് ഇഷ്ടപ്പെട്ട വിശ്വാസത്തിൽ നിലകൊള്ളാൻ തയ്യാറാകണം. ഇനി അതല്ല ചർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് രേഖാമൂലം ഓർത്തഡോക്സ് സഭയെ അറിയിച്ചാൽ തീർച്ചയായും ഒരു മെത്രാപ്പോലിത്തയെ അതിനായി നിയോഗിച്ചേക്കും. അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങളെ സ്വാധീനിച്ച് വെറുതെ സത്യങ്ങൾ മറച്ചുവെച്ച് പ്രസ്താവനകൾ ഇറക്കി സമയം കളയാതിരിക്കുക. ബദൽ കാതോലിക്ക പാടില്ല എന്ന് 24 മാർച്ച് 26 വീണ്ടും കോടതി പറഞ്ഞത് അംഗീകരിച്ച് ആദ്യം ഈ സ്ഥാനം വേണ്ടെന്ന് വയ്ക്കുക. കാതോലിക്ക ബാവയുമായി ചർച്ച ചെയ്യാൻ മലങ്കര സഭയുടെ കേന്ദ്ര ആസ്ഥാനവുമായി ബന്ധപ്പെടുക. മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം തിരുമേനി? ഈ വെട്ടിമുറിക്കലും പങ്കുവയ്ക്കലും സഭയുടെ അജണ്ടയല്ല. മലങ്കര സഭയുടെ സമാധാനം എന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ മണവത്തച്ഛൻ പറഞ്ഞതുപോലെ വടക്കും തെക്കും ഉണ്ടാകാൻ പാടില്ലാത്ത പല സംഭവങ്ങളൊക്കെയും മറന്ന് തർക്കങ്ങൾ അവസാനിപ്പിച്ച് സഭ ഒന്നാകാൻ തയ്യാറാകണം. ഒന്നായ ശേഷം മറ്റ് സ്ഥാനമാനങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമാക്കണം. പറഞ്ഞുവെന്ന് മാത്രം.